എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള അമെൻമെന്റുകളെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചുമാണ്. സോ ബേസിക്കലി ഈ MGNREGA എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലെങ്കിൽ ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത് ഒന്നാം UP ഗവൺമെന്റ് കാലത്ത്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള ഒന്നാം UPയുടെ കാലത്ത് ആ ഒരു കൊളീഷൻ ഗവൺമെന്റിന്റെ പൊതു മിനിമം പരിപാടിയിൽ പറഞ്ഞിട്ടുള്ള ഗ്രാമീണ ജനതയ്ക്ക് ഒരു വർഷം പ്രതിവർഷം ഇത്ര ദിവസം തൊഴിൽ ദിനവും വേതനവും നൽകുന്ന ഒരു ആക്ടാണ് ഈ പറയുന്ന MGNREGS എന്ന് പറയുന്നത്. ഇതിനെ മറ്റ് സ്കീമുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് MGNREGA ആദ്യമേ തന്നെ അതിന്റെ പേര് മാറ്റുകയാണ്. വികസിത് ഭാരത് റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ, VBG റാംജി എന്നൊക്കെ പറയുന്ന നല്ല ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ മഹാത്മാഗാന്ധിയുടെ പേര് എന്തുകൊണ്ട് BJP ഗവൺമെന്റ് എടുത്തു മാറ്റുന്നു എന്നുള്ളതിനെ കുറിച്ച് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം എന്താണ് മഹാത്മാഗാന്ധിയോട് ഇവർക്കുള്ള പ്രശ്നം എന്നുള്ളത്. എന്നാൽ ആ ഭേദഗതിയിലെ ചില സെക്ഷനുകൾ, സജസ്റ്റ് ചെയ്തിട്ടുള്ള അമെൻമെന്റുകൾ എന്ന് പറയുന്നത് ഈ ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തെ മുഴുവൻ സബോട്ടാഷ് ചെയ്യുന്ന, അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സജഷൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇപ്പോ എന്താണ് മറ്റ് സ്കീമിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ധാരാളം ക്ഷേമ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉണ്ട്. ഇപ്പൊ ആ യോജന, ഈ യോജന, ഈ സ്കീം ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് തൊഴിലുറപ്പിനെ വ്യത്യസ്തമാക്കുന്നത്? അതൊക്കെ സർക്കാർ പ്രഖ്യാപിത സ്കീമുകൾ മാത്രമാണ്. സ്കീമുകൾ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് വരുന്നു, ആ ഗവൺമെന്റ് കുറച്ച് പ്രഖ്യാപനം നടത്തുന്നു, ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് തുടരുന്ന പദ്ധതികളാണ്. അത് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ആ പദ്ധതി നിർത്തലാക്കാം, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഘടന മാറ്റാം, എന്ത് വേണേലും ചെയ്യാൻ പറ്റും. പക്ഷേ MGNREGA എന്ന് പറയുന്നത് ഒരു ആക്ടാണ്. മറ്റ് സ്കീമുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് വെച്ചാൽ നിയമപരമായ ഒരു ബൈൻഡിങ്, ലീഗൽ ബൈൻഡിങ് ഈ പറയുന്ന ആക്ടിനുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഏത് ഗവൺമെന്റ് വന്നാലും, ഏത് പാർട്ടി ഭരിച്ചാലും, കേന്ദ്ര ഗവൺമെന്റ്, അതായത് ഇന്ത്യൻ യൂണിയൻ ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റ് പ്രതിവർഷം 100 അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഇത്രയും ദിവസം, അത് പുതിയൊരു അമെൻമെന്റ്, അതായത് ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു അമെൻമെന്റ് വന്നിട്ട് ഇതിപ്പോ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ദിവസം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മിനിമം വേജസിന്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേജസിന് ജനങ്ങൾക്ക്, ആവശ്യമുള്ളവർക്ക് നിർബന്ധിതമായി അവർക്ക് ഇത് കൊടുത്തിരിക്കും, ജോലി കൊടുത്തിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു എംപ്ലോയ്മെന്റ് കൊടുത്തിരിക്കും എന്നുള്ളതാണ് ഈ ആക്ടിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇത് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് ലീഗലി ബൈൻഡിങ് ആണ്. അവ ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ചെയ്ത് സർക്കാർ എംപ്ലോയ്മെന്റ് നൽകും എന്നുള്ളൊരു ഗ്യാരണ്ടി, എന്നൊരു ഉറപ്പ് നിയമപരമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു ഈ ആക്ടിലൂടെ. ആ നേരം മറ്റ് ഉദാഹരണക്കാണെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, അല്ലെങ്കിൽ ഉജ്ജ്വല യോജന, ഇങ്ങനെയൊക്കെയുള്ള കുറെ യോജനകളുണ്ട്, കുറെ ക്ഷേമ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് എംപ്ലോയ്മെന്റ് സ്കീമുകളുണ്ട്. അതൊക്കെ തന്നെയെന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വന്ന് അവർക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് വോട്ട് നേടി, എന്നാൽ മാത്രമാണ് ഇതിന്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ MGNREGA എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ്, ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പദ്ധതിയാണ്. ഇതിന്റെ ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നു, പണം കൈമാറുന്നു, സംസ്ഥാനങ്ങൾ അത് വർക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് വേതനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിന്റെ മെറ്റീരിയൽസിന് വേണ്ട പണം കണ്ടെത്തുന്നു. അപ്പൊ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റും ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ അതിന്റെ നോഡൽ ഓഫീസർമാരും മറ്റു ഇതുകളുണ്ട്. അതുപോലെ തന്നെ വർഷാവർഷം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഇൻസ്പെക്ഷൻ നടക്കാറുണ്ട്. ആ ഇൻസ്പെക്ഷൻ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ
കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളോട് ലിസ്റ്റ് ചോദിക്കും. ഏതൊക്കെ പദ്ധതികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ ഓൺ ഗോയിങ് ആണ്, ഏതൊക്കെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് ചോദിക്കും. ആ ലിസ്റ്റ് ചോദിച്ചിട്ട് ഈ കേന്ദ്ര സർക്കാർ തന്നെ സെലക്ട് ചെയ്യും ഏത് പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് ആ പ്രൊജക്ട് ഇൻസ്പെക്ഷന് വേണ്ട എല്ലാ സൗകര്യവും സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഫണ്ട് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിസ്റ്റത്തിലാണ് ഇതിവിടെ നടന്നു പോകുന്നുണ്ടായത്. അപ്പൊ ഫണ്ടിങ് പാറ്റേൺ സെൻട്രൽ ഗവൺമെന്റ് തരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് അത് കൈമാറുന്നു. ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. കൂടുതൽ വർക്കുകൾ, അതായത് പണം സെൻട്രൽ ഗവൺമെന്റ് തരുമ്പോൾ വർക്കുകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഗ്രാമീണ ജനതയ്ക്ക് അവർക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൃത്യമായ പ്രൊജക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദിവസം അവർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും പൈസ അവർക്ക് കൃത്യമായി കയ്യിൽ കിട്ടി എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചുമതലയാണ്. ഇപ്പോൾ വന്ന പുതിയ ഭേദഗതി എന്ന് പറയുന്നത് ഇതിന്റെ ഫണ്ടിങ് പാറ്റേണിൽ വ്യത്യാസം വരികയാണ്. ഹിമാചൽ പ്രദേശ് അതുപോലെ യൂണിയൻ ടെറിട്ടറികളും 3 ഹില്ലി റീജിയൻസ് ഒഴികെ, ഹില്ലി സ്റ്റേറ്റുകൾ ഒഴികെ ബാക്കി സംസ്ഥാനങ്ങളൊക്കെ തന്നെ 60-40 എന്ന് പറയുന്ന അനുപാതത്തിൽ 60-40 റേഷ്യോയിൽ ഈ MGNREGSന്റെ, അതായത് ആളുകൾക്ക് കൊടുക്കേണ്ട വേതനം, മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾക്കും അതുപോലെ തന്നെ നോഡൽ ഓഫീസേഴ്സിന്റെ ശമ്പളം, മറ്റ് എക്സ്പെൻസുകൾ കവർ ചെയ്യാം. അപ്പോൾ 60% സെൻട്രൽ, 40% സ്റ്റേറ്റ് നൽകും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇതൊരു കംപ്ലീറ്റ്ലി സെൻട്രൽ സ്പോൺസർഡ് സ്കീമായിട്ട്, അതായത് 100% ഫണ്ടിങ് കേന്ദ്രത്തിന്റെ ആയിട്ട് പോലും കൃത്യമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ MGNREGSന് ഈ 60-40 എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഈ 60-40 കൊണ്ടുവരുമ്പോഴുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് തത്വത്തിൽ ഓക്കെ 60 ഇവര് തരുന്നു, സെൻട്രൽ ഗവൺമെന്റ് തരുന്നു, 40 സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കണം എന്ന് പറയുമ്പോൾ ഓരോരോ പ്രൊജക്റ്റുകൾ ഉണ്ടല്ലോ, ആ പ്രൊജക്റ്റുകൾ ഏതായിരിക്കണം, ഏത് പ്രൊജക്റ്റുകൾക്കാണ് ഇത് അലോട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. മുൻപ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന പണിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് എക്സ്പെൻസ് തയ്യാറാക്കുന്നത് അതായത് എത്ര ചെലവ് വരും അതൊക്കെ കണക്കാക്കുന്നത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ പറയുന്ന എക്സ്പെൻസിന് അപ്പുറത്തേക്ക് ഈ പ്രൊജക്ടിന്റെ ഇത് പോവുകയാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് പറയുകയാണ് ഇതിനു വേണ്ടി 1 കോടിയാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുകയാണ് 1 കോടിയിൽ ഇത് കംപ്ലീറ്റ് ആവില്ല, 1.5 കോടി ചിലപ്പോൾ വേണ്ടി വരും. പുതിയ ഭേദഗതി പ്രകാരം ഇപ്പോൾ 1 കോടിയിൽ നിന്ന് 1.5 കോടി ആയാൽ ആ 1/2 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് ബിയർ ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ നോർമൽ ആയിട്ട് തോന്നും. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റേഷന്റെ കാര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJP നേതൃത്വമുള്ള യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്, അവര് ഒരു കാര്യത്തിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വീട് പണിയുകയാണ്. അപ്പൊ വീടിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു കോസ്റ്റ് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്റ്റാൻഡേർഡിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട്. അതായത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. സെൻട്രൽ ഗവൺമെന്റ് കാൽക്കുലേഷനിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു വീട് പണിയാൻ 2 ലക്ഷം രൂപ മതി. ആ 2 ലക്ഷം രൂപയിൽ 75,000 രൂപ സെൻട്രൽ ഗവൺമെന്റ് തരും. ഇതാണ് ഈ PMAY എന്ന് പറയുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യൻ മാതൃക അനുസരിച്ച് ഇത് ശരിയായിരിക്കാം, പക്ഷെ അവിടെ പോലും 2 ലക്ഷം കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു വീട് പണിയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് അത് പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി വെച്ചിട്ട് ഒരു 4 ലക്ഷത്തോളം രൂപ, 2 ലക്ഷം അല്ലാതെ 4 ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി കൊടുക്കുന്നതും, അത് വെച്ചിട്ട് ഒരു ബെറ്റർ വീട് പണിയാൻ 4 ലക്ഷം, ആ ഒരു കുറച്ചുകൂടി അധികം പൈസക്ക് ഇത് പണിയാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോ ഇതിൽ വരാൻ പോകുന്ന ഒരു കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്, സദേൺ സ്റ്റേറ്റുകളിൽ, അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന സദേൺ സ്റ്റേറ്റിൽ ഉത്തരേന്ത്യൻ മോഡൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് അതുപോലെ വർക്ക് നടത്തണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എപ്പോഴും അഫോർഡബിൾ ആവണമെന്നില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിൽ കൂടുതൽ പൈസ നൽകേണ്ടി വരും. ഇനി അടുത്തൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ, ഇത് സെൻട്രൽ സ്കീം ആയിരിക്കുമ്പോൾ, അതായത് 100% ഫണ്ടിങ് സെൻട്രൽ സ്കീം ആയിരിക്കുമ്പോൾ പോലും, അതായത് സെൻട്രൽ ഗവൺമെന്റ് 100% ഫണ്ട് തരുന്ന സമയത്ത് പോലും MGNREGSന്റെ ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാറില്ല. അതായത് ഇവർക്ക് കൊടുക്കേണ്ട വേതനങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഫ്രീസ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇന്ത്യ സ്പെൻഡ് എന്ന പേരിലൊരു ഡാറ്റ ജേർണലിസ്റ്റ് ന്യൂസ് ഏജൻസി ഉണ്ട്. അപ്പൊ അവര് കമ്പൈൽ ചെയ്ത റിപ്പോർട്ടും, അതുകൂടാതെ ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം പാർലമെന്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടാവും.
ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതായത് പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ഈ MGNREGSന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സെപ്പറേറ്റ് സെഷനും കൂടി. അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രണ്ട് വിഷയങ്ങൾ എടുത്തു. ഒന്ന് പഞ്ചായത്ത് രാജിന്റെ മുഴുവൻ വർക്കിങ്ങും, അതോടൊപ്പം തന്നെ MGNREGSന്റെ പ്രവർത്തനവും. ഈ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ചേർന്ന് അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വേതനങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കൃത്യസമയത്ത് കൊടുക്കുന്നില്ല എന്ന് ഈ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും റിപ്പോർട്ടുകളും കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ഡാറ്റ നോക്കുമ്പോൾ കൃത്യമായി ഫണ്ട് അവർ കൈമാറുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ തന്ന ഒരു ഡാറ്റ പ്രകാരം ഈ സർവശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ടുള്ള SSA പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ടുകൾ കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടില്ല എന്ന് ആ ഡാറ്റ പറയുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ഡാറ്റ, അതായത് പാർലമെന്റ് തന്നെ ഒഫീഷ്യൽ ഡാറ്റകളും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഈ സെൻട്രലി സ്പോൺസർഡ് സ്കീമുകളിൽ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഈ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്നില്ല. അപ്പോൾ ഇപ്പൊ എന്താ സംഭവിക്കും? ഉദാഹരണത്തിന് ഇപ്പോ നമുക്കറിയാം, കേരളത്തില് ഈ നദി, അതുപോലെ കുളം എന്നിവയുടെ പുനരുദ്ധാരണം, അതിനൊരു പുതിയ ജീവൻ കൊടുക്കല്, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ നടത്തുന്നത് തൊഴിലുറപ്പ് മുഖേനയാണ് നടത്തുന്നത്. ശുചിത്വ മിഷൻ തൊഴിലുറപ്പുകാരെ ആശ്രയിച്ചിട്ട് അവർക്ക് പ്രൊജക്ടുകൾ കൊടുത്തിട്ട് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ശുചിത്വ മിഷന്റെ ഉണ്ട്. അത് തൊഴിലുറപ്പിൽ ഭാഗമായിട്ടുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഭംഗിയായി പലയിടത്തും റിവർ ആൻഡ് വാട്ടർ ബോഡി റിസ്റ്റോറേഷൻ അവർ കൃത്യമായിട്ട് ചെയ്തിട്ട് അതിന് സെൻട്രൽ ഗവൺമെന്റ് തന്നെ അതിനെ അഭിനന്ദിച്ചു വരുന്നുണ്ട്. കാരണം അതിൽ ഒരെണ്ണം എൻ്റെ ജില്ലയിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലായിരുന്നു. അതെനിക്ക് അറിയാം. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ ടീം ഇവിടെ വന്ന് അവര് ആ റിപ്പോർട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഭാഗ്യവശാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റ് ഒരു ഓഫീസറിന്റെ ഒപ്പം ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് അത് കാണാൻ പറ്റിയിരുന്നു. സോ ഇപ്പോൾ ഈ പദ്ധതികൾക്ക് നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ 60-40 ആണ്. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഓൾറെഡി ഫണ്ടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള, അത് ഡിനൈ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് 60-40 ഇനി ഇതെന്ന് പറയുമ്പോൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ 40 കൊടുത്ത ശേഷം ഈ 60 ബാക്കി വരുമ്പോൾ, ഈ 60 അവർ തരാൻ വൈകുകയോ ഫ്രീസ് ചെയ്ത് വെക്കുകയോ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റയുടെ ഭാഗമായിട്ട് ഈ ഫണ്ടുകൾ ഫ്രീസ് ചെയ്യുകയോ പിടിച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടും. ഇതേ സാധനം ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് BJPക്കാർക്ക് ഇത് ട്വിസ്റ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കെതിരെ ഒരു പ്രചാരണ ആയുധമായിട്ട്, അതായത് സ്റ്റേറ്റ് തരുന്നില്ല, സെൻട്രൽ കാശ് തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്പെക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊരു വലിയ ക്രൈസിസിലേക്ക് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള പല സ്കീമുകളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹരിയാനയിൽ അവര് നിർത്തലാക്കി. കാരണം എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് പണം തരുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് അഫോർഡബിൾ ആവുന്നില്ല, അതുകൊണ്ട് അവർ അവസാനം റദ്ദാക്കി. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരുന്നു. സോ സെയിം സാധനം ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏത് പ്രൊജക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ പറ്റില്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള പ്രൊജക്ടുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്ന ആ റിസോഴ്സിനെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ഇതൊരു വലിയ ക്രൈസിസിലേക്ക്. ഇനി അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ നിയമം ഒരു ആന്റി ഫെഡറൽ ക്യാരക്ടർ ഉണ്ട് ഈ ഭേദഗതിക്ക്. അതായത് കൃഷി നടക്കുന്ന സമയത്ത് കൂടുതൽ ലേബർ ഫോഴ്സ് കാർഷിക മേഖലയിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ മറ്റ് പ്രൊജക്ടുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കരുത്, മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകരുത് എന്ന് പറയുന്ന ഒരു ഇതുകൂടി ആ ഭേദഗതിയിലുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അതായത് ഹിന്ദി ബെൽറ്റിലെ നോർത്തേൺ സ്റ്റേറ്റ്സിലെ കൃഷി രീതി, കാർഷിക രീതി, അവരുടെ ഒരു ഹാർവസ്റ്റിംഗ് സൈക്കിൾ പ്രകാരമുള്ള ഒരു രീതിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അവിടുത്തെ കൃഷി സമയം വരുമ്പോൾ, അവിടുത്തെ കായ്ഫോ റാബിയോ വരുന്ന ക്രോപ്പുകൾ വിതയ്ക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പരിപാടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, സദേൺ ഇന്ത്യയിലും അതുപോലെ ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിലും അവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നതും കൃഷിയുടെ സമയം എന്ന് പറയുന്നതും ആ ടൈം സ്പാനുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നോർത്തിൽ കൃഷി നടക്കുമ്പോഴല്ല ഇന്ത്യയിൽ മുഴുവൻ കൃഷി നടക്കുന്നത്, അതിന് പലതും പല സീസണിലാണ് നടക്കുന്നത്. പക്ഷെ ഈ നിയമം ഏകീകൃതമാവുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്തിൽ കൃഷി സീസണായി, സദേൺ ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന് മറ്റ് പ്രൊജക്ടുകളുള്ള സമയമാണെങ്കിൽ ഈ പ്രൊജക്ടുകളിലേക്ക് നിയമപരമായി, ഇപ്പൊ പുതിയ ഭേദഗതി വരികയാണെങ്കിൽ നിയമപരമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ അവർക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ അമെൻമെന്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമെന്റ്മെന്റുകൾ എന്ന് പറഞ്ഞത് അത് അൺഎക്സ്പെക്ടഡ് അല്ല. ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാവും എന്നുള്ള കാര്യം അൺഎക്സ്പെക്ടഡ് അല്ല. കാരണം 2015 തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് യു.പി.എ ഗവൺമെന്റിന്റെ പരാജയത്തിന്റെ സ്മാരകശില എന്നാണ് ഇതിനെ ആള് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവര് സ്വീകരിച്ച ഒരു നയം എന്ന് പറയുന്നത് ഇപ്പൊ 2020, അതായത് 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റ് അലോക്കേഷൻ, ഈ തൊഴിലുറപ്പിനുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് 1.10 ലക്ഷം കോടി രൂപയാണ്. 2024-25 എത്തി നിൽക്കുമ്പോൾ അത് 85,650 കോടിയായി അത് കുറഞ്ഞു വന്നു. എന്നാൽ ഈ പദ്ധതിക്കുള്ള ഡിമാൻഡിൽ കുറവ് വന്നിട്ടില്ല, അതിൽ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ 2020-നും 2025-നും ഇടയിൽ 5 NREGA സ്കീമിന് വേണ്ടിയിട്ട്, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 5.23 ലക്ഷം കോടി രൂപ അനുവദിക്കണമെന്ന് ഗ്രാമവികസന മന്ത്രാലയം, അതായത് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഈ ധനകാര്യ മന്ത്രാലയത്തോട്, ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിലാകെ 4.69 ലക്ഷം കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളൂ. നമ്മൾ ടോട്ടൽ ഡിമാൻഡും അലോക്കേഷനും നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. അതായത് ആവശ്യപ്പെട്ടതിനേക്കാൾ 12% കുറവാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ MGNREGയുടെ അലോക്കേഷൻ ഇപ്പൊ UPA NDA കമ്പയർ ആണെങ്കിൽ എമൗണ്ട് വൈസ് വർധനവുണ്ടെങ്കിലും പെർസെൻറ്റേജ് ഓഫ് GDP, അതായത് ഇതിനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചെലവാക്കിയ തുക അത് ഇന്ത്യൻ GDP പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുമ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ 2024-25 ആ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP 0.26% ആണെങ്കിൽ 2025-26 വന്നപ്പോൾ 0.24% ആയിട്ട് മാറി. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് GDP പ്രൊപ്പോർഷനിൽ ഇത് കുറഞ്ഞു വരുന്നതിനൊപ്പം തന്നെ ഈ തുക നമ്മൾ ഒരു ഇവിടുത്തെ ഇൻഫ്ലേഷനും മറ്റ് സാധനങ്ങളും അഡ്ജസ്റ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ കുറവായിട്ട് നമുക്കത് വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടുകൾ, ഈ 2023-24 വർഷത്തില് ഒരു ലോക്സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി അതിന്റെ റിപ്പോർട്ട് 2024 ഫെബ്രുവരിയിലാണ് പാർലമെന്റിൽ ടേബിൾ ചെയ്തത്. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബഡ്ജറ്റ് വിഹിതത്തിൽ വരുന്ന കുറവ് അത് ഷോക്കിംഗ് ആണ്. ഇറ്റ് ഈസ് ഷോക്കിംഗ് ആൻഡ് ഷുഡ് ബി ഇൻസ്പെക്ടഡ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകതയുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എല്ലാ പാർട്ടിയിലും, അതായത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാർ ഇതിനകത്തുണ്ടാവും. അതായത് മിക്കവാറും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ എന്ന് പറയുന്നത്, മെമ്പേഴ്സ് എന്ന് പറയുന്നതും അതിൽ BJP-കാരും ഉണ്ടാവും. അവരും സിഗ്നറ്ററീസ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് മുന്നോട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് വെയ്ജ് ഫ്രീസ് എന്ന് പറയുന്നത്. 2017 കണക്ക്, ഞാനിപ്പോഴത്തെ കണക്കല്ല പറയുന്നത്, 2017 കണക്ക് നോക്കുമ്പോൾ 2017 ഒക്ടോബർ 31 വരെ, അത് ആ ഒരു ഡേറ്റ് വരെ ഏകദേശം 19 സംസ്ഥാനങ്ങളിലേക്കുള്ള വേതന വിതരണം ഗവൺമെന്റ് ഹോൾഡ് ചെയ്തിരുന്നു. നമ്മൾ 24-25 എടുക്കുകയാണെങ്കിൽ ഏകദേശം 974.38, അതായത് 974.38 കോടി രൂപയാണ് വേതനം ഇനത്തിൽ കേന്ദ്ര സർക്കാർ സ്റ്റേറ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഒരു വലിയ വിഷയമാണ്. ഇപ്പൊ സെയിം സ്ഥാനത്തെ കുറിച്ച് ഗ്രാമവികസന പഞ്ചായത്ത് രാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2024 ഡിസംബറിൽ ഇതിനു വേണ്ടിയിട്ട് MGNREGയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കൂടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പേയ്മെന്റ് കൃത്യമായി നൽകുന്നില്ല എന്നും ഈ കാലതാമസത്തോടുള്ള വിതരണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേ എക്സ്പ്രസ്ഡ് എ കൺസേൺ അബൌട്ട് ദിസ് തിങ്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വെച്ചാൽ ഇതേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയ മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോ തൊഴിൽ ദിനത്തെ കുറിച്ച് പറഞ്ഞു, മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ വേതനം, അതായത് വേജുകളിൽ ഡ്രാസ്റ്റിക്കായ വർധനവ് ഉണ്ടാക്കണമെന്ന്, കൂടുതലായി ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഇതേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2024 ഡിസംബറിൽ ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിരുന്നു. ഏകദേശം 2008 മുതൽ ഈ MGNREGA പ്രകാരം കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് ഇത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വേതനത്തിൽ പലതവണ ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റിനോട് പല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ആവശ്യപ്പെട്ടെങ്കിലും ഈ കാലം വരെയും ആ ആവശ്യങ്ങളൊന്നും തന്നെ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് BJP ഗവൺമെന്റ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇതാക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ ഇന്ത്യൻ
ലേബർ എക്കണോമിക്സ് ജേർണലിന്റെ 2022 എഡിഷനിൽ വന്ന ഒരു സ്റ്റഡി റിപ്പോർട്ടുണ്ട്, ഒരു അക്കാഡമിക് പബ്ലിക്കേഷൻ ഉണ്ട്, അതായത് ഒരു പേപ്പർ ഉണ്ട്. സ്വാതി മോഹൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. ആ പേപ്പറിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് 15 years ഓഫ് ഇന്ത്യാസ് നരേഗ NREGA എംപ്ലോയർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ?. ഇതാണ് ആ പേപ്പറിന്റെ പേര്. സോ ആ പേപ്പറിൽ ഒരു കോംപ്രഹെൻസീവ് അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പൊ സ്വാതി മോഹൻ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് അതിൽ കണ്ട ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, അവരുടെ റിസർച്ചിൽ അവർ കണ്ടെത്തിയ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് BJPയുടെ കീഴിൽ വരികയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് BJPയുടെ കീഴിൽ വരികയാണെങ്കിൽ ഈ MGNREGAയുടെ പ്രവർത്തനത്തിൽ വലിയ പ്രശ്നം വരാറുണ്ട്. അതായത് ചില ഇപ്പോൾ ഒരു പ്രതിവർഷം തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്, പേജ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, കൂടുതൽ പ്രൊജക്ടുകൾ ടേക്കപ്പ് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാവാറുണ്ടെന്ന് കാണിക്കുന്നത്. അതായത് സ്വാതിമോഹന്റെ ഒരു ഡാറ്റ പറയുന്നത്, ഇപ്പൊ ചില സ്റ്റേറ്റുകൾ, ഇപ്പോൾ non-BJP ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റ് പിന്നെ BJP അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി അവിടെ വളരെ മോശ രീതിയിലാണ് അതിന്റെ പെർഫോമൻസ് താഴോട്ട് വരുന്നു. അതായത് ഗവൺമെന്റ് അതിനെ വിൽഫുള്ളി ചവിട്ടിയിടുന്ന പോലെ ആണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് പൊതുവെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വളരെ വൈബ്രന്റ് ആയിട്ട് നടന്നിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഈ BJP അതായത് NDA നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ആസാമിലും മറ്റൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെയും ഈ പറയുന്ന തൊഴിലുറപ്പിന്റെ പ്രവർത്തനങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഈ പേപ്പറിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ തൊഴിലുറപ്പ് പുതിയ ഭേദഗതിയെ കുറിച്ചുള്ള നമ്മുടെ വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് MGNREGA എന്ന് പറയുന്ന പ്രസക്തി എന്ന് പറയുന്നത്? ആ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ MGNREGA വരുന്നത് പോസ്റ്റ് ഗ്ലോബലൈസേഷൻ, അതായത് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വരികയും ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിയമം വരുന്നത്. കേവലം എംപ്ലോയ്മെന്റ് സ്കീമുകൾ കൊണ്ട് ഇതിനെ നേരിടാൻ കഴിയില്ല എന്ന് തോന്നിയിടത്താണ് ഒരു ആക്ടായിട്ട് ഒരു എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വരണം എന്നുള്ള ഒരു കാര്യം വരുന്നത്. അതിനു വേണ്ടിയിട്ട് മസ്ദൂർ കിസാൻ ശക്തി സംഘടന MKSS, അരുണ റോയുടെ നേതൃത്വത്തിൽ ഉള്ള പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് പാർട്ടീസിന്റെ പ്രഷർ, പിന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള കുറെ കൺസെൻസസിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന സ്കീം നിലവിൽ വരുന്നത്. അന്നത്തെ പൊതു മിനിമം പരിപാടി, കോമൺ മിനിമം പ്രോഗ്രാമിൽ എഴുതി ചേർക്കപ്പെടുകയും അത് നടപ്പിലാവുകയും ചെയ്തത്. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുകൾ എന്ന് പറയുന്നത് ലോകത്ത് പല രാജ്യങ്ങളും ഒരു എക്കണോമിക് ക്രൈസിസിന്റെ സമയത്ത് അവർ പരീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഈ തൊഴിലുറപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശം? ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ പലരും പുച്ഛിക്കാറൊക്കെയുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ഹരിത കേരള മിഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ രീതിയിൽ ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാൻ ഒഴുകട്ടെ പോലുള്ള പല സ്കീമുകളും ഇവരാണ് വൃത്തിയായിട്ട് ഇത് ചെയ്യുന്നത്. ഇത് കൂടാതെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ചെറിയ വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ആ ഒരു റൂറൽ ഡിസ്ട്രസിനിടയിൽ വളരെ ചെറിയൊരു ആശ്വാസം, അതും വളരെ ചെറിയൊരു ആശ്വാസമാണ്, ഒരു ബൃഹത്തായ ആശ്വാസമൊന്നും ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. പക്ഷെ ഒരു ചെറിയ ആശ്വാസം, ഇത്രയും വലിയൊരു റൂറൽ ഡിസ്ട്രസിനിടയിൽ ഒരു ചെറിയ ആശ്വാസം ആയിട്ടാണ് ഈ പദ്ധതി നിലനിന്നതും അത് അങ്ങനെയാണ് ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. സോ ബേസിക്കലി ഇതൊരു കെയ്നേഷ്യൻ ഇതാണ്, ഒരു കെയ്നേഷ്യൻ ലോജിക്ക് വെച്ച എക്കണോമിക്സിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത് ജനങ്ങൾക്ക് കുഴിക്കുക, കുഴി മൂടുക, ആ ഒരു ജോലി ഒക്കെ കൊടുത്തൊരു കഥ നമ്മൾ കണ്ടു. അപ്പോൾ സിമിലർ ആണ്, എക്സാക്ട്ലി അങ്ങനെയല്ല. ഈ കോവിഡ് സമയങ്ങളിൽ ഗ്രാമീണ മേഖല, അതായത് ഇന്ത്യയുടെ റൂറൽ എക്കണോമിയിലും റൂറൽ ലൈഫിലും അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതായത് റൂറൽ എക്കണോമികൾ തകർന്നു കോവിഡ് സമയത്ത് ഇന്ത്യയിൽ, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. റിയൽ വേജസ് താഴെ പോയി, ലൈവ്ലിഹുഡ് ഡിസ്റപ്റ്റഡ് ആയി. പക്ഷെ അതിനിടയിൽ പോലും ഒരു ചെറിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. അതുപോലെ വളരെ ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പോ ജീൻ ഡ്രസെ എന്ന് പറയുന്ന ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രചാരകനൊക്കെയായിരുന്നു ജീൻ ഡ്രസെ, നോബൽ ലോററ്റൊക്കെയാണ്. സോ ജീൻ ഡ്രസയുടെ ഒരു പേപ്പർ ഉണ്ട്, ഒരു ആർട്ടിക്കിൾ അദ്ദേഹം വിത്ത് ഗ്രാഫ്സ് പബ്ലിഷ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഈ MGNREGA റൂറൽ ലൈവ്ലിഹുഡ്, അതായത് ഗ്രാമീണ മനുഷ്യർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഉപകാരപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അതങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. സോ ബേസിക്കലി കോടിക്കണക്കിന് മനുഷ്യർക്ക്
ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിക് ഡിസ്ട്രസിന്, ഒരു സാമ്പത്തികമായ കുഴപ്പങ്ങൾക്ക് നടുവിൽ അവർക്കൊരു മൈൽഡ് ആശ്വാസമാണ് ഈ പദ്ധതി പറയുന്നത്. ഇപ്പൊ ആ പദ്ധതിയെ മൊത്തത്തിൽ സബോട്ടേഷ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പതിയെ പതിയെ കൊന്നുകൊണ്ടുവരാനാണ് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ ഫണ്ടിങ് പാറ്റേൺ മാറ്റുമ്പോൾ ഇപ്പൊ കേരളം എങ്ങനെയെങ്കിലുമൊക്കെ ഈ സ്കീം ഏറ്റെടുത്ത് നടത്തും. പക്ഷെ മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കാര്യം വരുമ്പോൾ പല പദ്ധതികളും ഒരുപാട് ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, ക്ഷേമ പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൃത്യമായി വിഹിതം കൊടുക്കാത്തത് ചെലവഴിക്കാത്തത് സംഭവിച്ച ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും പാർലമെന്ററി റിപ്പോർട്ടുകൾ വേറെ ഉണ്ട്. ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഓൾറെഡി BJP സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്ന് കൂടുതൽ ബർഡൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുത്ത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് പതിയെ പതിയെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറി ഇത് ഡിസന്റഗ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു ഐഡിയയുടെ പുറത്താണ് ഇപ്പോൾ ഈ അമെന്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെതിരെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇനിയും സ്ട്രോങ് ആയ പ്രൊട്ടസ്റ്റുകൾ ആവശ്യമാണ്. ഇതിന്റെ എസൻസ് നഷ്ടപ്പെടാതെ ഈ പ്രോഗ്രാമിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക്, റൂറൽ എക്കണോമിക്ക് വളരെ ആവശ്യമാണ്. അത് അങ്ങനെ നിലനിൽക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉത്തരവാദിത്തമില്ലാത്ത സ്റ്റേറ്റ് ഗവൺമെന്റുകളും സെൻട്രൽ ഗവൺമെന്റും കൂടിയിട്ട് ഈ സംഭവത്തെ ആകെ നശിപ്പിച്ച് കുളമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഗാന്ധിയെ രണ്ടാമതും വധിക്കുവാനുള്ള ശ്രമം ഫലവത്താകാതെ പോട്ടെ. നമുക്ക് ഈ VBG റാംജിയേക്കാൾ MGNREG, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് തന്നെ അത് നിലനിൽക്കട്ടെ. ഈ വരുന്ന ഭേദഗതികൾ പാസ്സാകാതെ പോകട്ടെ എന്ന് പ്രത്യാശിക്കുക മാത്രമല്ല, അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കാനും മെനക്കെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റിഡക്റ്റോയുടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.